എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 2 ആണ്, ഭക്ഷണവും മനുഷ്യരും. ആദ്യം തന്നെ സിബി എന്ന കുട്ടി എഴുതിയ ഒരു ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 16-ാം തീയതിയാണ് എഴുതിയത്. ഒക്ടോബർ 16-ന്റെ പ്രത്യേകത എന്താണ്? ലോക ഭക്ഷ്യദിനം. UN-ന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ രൂപം കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദിമ മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടുന്നതും മാനിനെ പിടിച്ചുകൊണ്ടു പോകുന്നതും മത്സ്യത്തിനെ കുന്തമനയിൽ കോർക്കുന്നതും മത്സ്യത്തെ പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ ആഹാര സമ്പാദന രീതിയെ കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇവയൊക്കെ. വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് കായ്കനികളും വേരുകളും കിഴങ്ങുകളും മൃഗങ്ങളെയൊക്കെ ആണ് ഭക്ഷ്യവസ്തുക്കളായിട്ട് ലഭിച്ചിട്ടുണ്ടാകുക. വേട്ടയാടലിലൂടെയും മറ്റു ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്തായിരിക്കില്ല കഴിച്ചിട്ടുണ്ടാകുക. ആദ്യകാലങ്ങളിൽ അവർക്ക് തീയുടെ ഉപയോഗങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ തീയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഒരു ഭക്ഷണമൊക്കെ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. അടുത്തതായി ഒരു ചെറിയ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്: തീ, ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് തീയുടെ കണ്ടുപിടുത്തത്തിലേക്ക് അവരെ നയിച്ചത്. ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു,
ഭക്ഷണങ്ങൾ തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അതിനുള്ള സൗകര്യങ്ങൾക്കായിട്ട് മൺപാത്രങ്ങൾ, മൃഗത്തോലു കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എന്നിവയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് കാർഷികോപകരണങ്ങൾ? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു ആദ്യകാലത്തെ കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മൺകട്ട, എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ധാന്യപ്പുര അല്ലെങ്കിൽ ഗ്രാനറി എന്ന് പറയും? എന്താണ്? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. ഇവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമായവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കൈമാറ്റ സമ്പ്രദായം എന്താണെന്ന് നോക്കാം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാന കൈമാറ്റം നിലനിന്നിരുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. ഇതൊക്കെയാണ്
വിദേശികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഭക്ഷ്യ വിഭവങ്ങൾ. പേരയ്ക്കയുടെ ജന്മദേശം കൊടുത്തിട്ടുണ്ട് മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി പൊട്ടറ്റോ നോക്കാം. പൊട്ടറ്റോയുടെ ഒറിജിൻ സൗത്ത് അമേരിക്കയാണ്. ഇത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പപ്പായയുടെ ജന്മദേശം സെൻട്രൽ അമേരിക്കയാണ്. പോർച്ചുഗീസുകാരാണ് പപ്പായയെ കൊണ്ടുവരുന്നത്. പൈനാപ്പിളിൻ്റെ ജന്മദേശം ബ്രസീലാണ്. സൗത്ത് അമേരിക്കയിലെ ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇതും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഗ്വാവയുടെ പേരയ്ക്കയുടെ ജന്മദേശം സെൻട്രൽ അമേരിക്കയാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. പറങ്കിമാവ് എന്നറിയപ്പെടുന്ന കശുവണ്ടിയുടെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. നിലക്കടല, കപ്പ, മരച്ചീനി ഇതൊക്കെ സൗത്ത് അമേരിക്കയാണ് ജന്മദേശം. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. മിശ്രഭോജനം എന്താണ്? 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവയും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. അടുത്തത് ബംഗാളിലെ ക്ഷാമത്തെപ്പറ്റി പറയുന്നുണ്ട്. 1943 ബംഗാളിൽ ഒരു വലിയ ഭക്ഷ്യക്ഷാമമുണ്ടായി. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതികളായ കുടുംബശ്രീ മിഷൻ ഇതിനുദാഹരണമാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതോടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിച്ചു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.